ഹലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള പലഹാരവുമായിട്ടാണ് ഇനി പഴവും മുട്ടയും അടിച്ചു വെച്ചിരുന്നതിലേക്ക് ഈ ബ്രെഡ് കൈ വെച്ച് നന്നായിട്ട് പൊടിച്ച് ചേർക്കണം. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാത്രമോ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് 30 മിനിറ്റോളം ആവിയിൽ വേവിച്ച് എടുക്കാം കേട്ടോ. നെയ്യ് പുരട്ടിയതിന് ശേഷം കുറച്ച് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ബാക്കി സമയം കൂടി വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വെറും 4 ചേരുവകൾ മാത്രമാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്.